ഇത് നടന്നത് ദുബായിലാണ്. ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ശ്രേയ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസിയിൽ നമുക്ക് കണക്ട് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ഞാനൊരു 3 ലക്ഷം രൂപ ഈ ശ്രേയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു. ഇവർ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ പൈസേനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവർ പിന്നെ ഒന്നും മിണ്ടിയില്ല, റെഡിയാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പ്രൊഡ്യൂസർ AK സുനിലിനെ പരിചയപ്പെടുത്തി തരാം, സിനിമയിൽ ഒരു ചാൻസ് വാങ്ങിത്തരാം, നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെന്നെ ആ AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിനെ പരിചയപ്പെടുത്തുകയും ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ ദുബായിലുള്ള അവിടെ പോയി ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അന്ന് എനിക്ക് ശാരീരികമായി എന്നെ ഉപദ്രവമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായപ്പോൾ AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന പേരിലാണ് നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്നിവരെ ഞാൻ പരിചയപ്പെട്ടത്. ഇപ്പോൾ നിവിൻ പോളി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുന്നത് ഈ താങ്കളെ അറിയില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? ഈ നിവിൻ പോളി എന്നെ അറിയില്ല എന്ന് പറയുന്നതും എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നതും എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകളെല്ലാം ഈ നിവിൻ പോളിയും സംഘവും പിടിച്ചെടുക്കുകയും എൻ്റെ യാതൊരുവിധ തെളിവുകൾ, അതായത് അവർ ചാറ്റ് ചെയ്തതും വിളിച്ചതും ഫോട്ടോസും ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. എൻ്റെ ഈ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നത്. പിന്നെ പീഡനക്കേസിൽ ആരെങ്കിലും ഞാൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഇന്ന് വരെ ലോകത്ത് വന്നിട്ടില്ല. അപ്പോൾ പുള്ളി അറിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്നാണ്. നമ്മൾ ഇത് മുമ്പോട്ട് ഏതുവരെ വരെ പോകാനും ഇതിൻ്റെ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടുപിടിക്കാനും നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഈ 1 മാസം മുമ്പ് ഈ സംഘത്തിനെതിരെ തന്നെ താങ്കൾ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ആ കേസിനെ? ഞാനത് ജൂണിൽ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും അവർ അന്വേഷിക്കുകയുണ്ടാവുകയും ചെയ്തു. അന്ന് ഞാൻ ശാരീരിക ഉപദ്രവമെന്ന് മാത്രമേ ഞാൻ ആ കംപ്ലയിൻറ്റിൽ എഴുതിയിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് പീഡനത്തിനെക്കുറിച്ച് എഴുതിയില്ല. പക്ഷേ ഞാൻ സ്റ്റേഷനിൽ പോയി സർക്കിളിൽ നിന്ന് മൊഴി കൊടുക്കുകയുണ്ടായി, എനിക്ക് അവിടെ പീഡനം അനുഭവപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും തെളിവുകളൊന്നുമില്ല, ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് അവിടെയാണ് കേസ് കൊടുക്കേണ്ടത്, കേരളത്തിലല്ല എന്നും പറഞ്ഞ് അവരത് ഉഴപ്പി വിട്ടു. താങ്കൾക്കെതിരെ എന്തെങ്കിലും കേസ് നിലനിൽക്കണം? അതായത് എനിക്ക് കേസുകളൊന്നുമില്ല. ഞാൻ ഇതുവരെ എൻ്റെ പേരിൽ ഒരു കേസും വന്നിട്ടില്ല. പിന്നെ ഇവർ സോഷ്യൽ മീഡിയ വഴി ഞങ്ങളെ പ്രചരിപ്പിച്ചായിരുന്നു. ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ കേസ് കൊടുത്തതിന് ശേഷം പ്രചരിപ്പിച്ചായിരുന്നു. അതും ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ അവർക്ക് അതിനും തെളിവുകളില്ല കണ്ടുപിടിക്കാനായിട്ട്. തെളിവുണ്ടെങ്കിൽ കൊണ്ടുത്താൽ അന്വേഷിക്കാമെന്നും പറഞ്ഞാണ് നമ്മളെ പറഞ്ഞു വിട്ടത്. ഈ കേസ് എത്രത്തരം വരെ മുമ്പോട്ട് പോകാനാണ് താങ്കൾ? ഇതിൻ്റെ തെളിവ് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് എവിടം വരെ പോകാമോ, ഏതറ്റം വരെയും നമുക്ക് നീതി ലഭിക്കുന്നിടം വരെ പോകാമോ അവിടം വരെ പോകാനായിട്ട് മുമ്പോട്ട് തന്നെ നമ്മൾ ഉയർച്ചു നിൽക്കുന്നു.